പ്രിയമുള്ളവരെ, അശ്ലീല വാർത്തകൾ, വൃത്തികേടുകൾ നടന്നു, അതിനെക്കുറിച്ചുള്ള വാർത്തകളും വിവരണങ്ങളും അതിലേക്ക് ചെവി കൊടുക്കാതിരിക്കുക, അത് വായിക്കാതിരിക്കുക, കാണാതിരിക്കുക എന്ന് പരിശുദ്ധ ഖുർആനിൽ, അതാ സൂറത്തു നൂറിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശ്രേഷ്ഠമായ സൂറത്തിൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. മുഅ്മിനീങ്ങൾക്കിടയിൽ ഫാഹിഷത്ത്, വൃത്തികേട് പ്രചരിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർ, അവർക്ക് ഇഹലോകത്തും പരലോകത്തും വേദനയേറിയ ശിക്ഷയുണ്ട്. അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, വാർത്തകൾ എന്ന പേരിൽ പടച്ചുവിടപ്പെടുന്ന പലതിൻ്റെയും ഉള്ളിലെ ലക്ഷ്യം വാർത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കലോ ആളുകൾക്ക് ഉപകാരപ്രദമായ വിവരം അറിയിക്കലോ മറ്റൊന്നുമല്ല, മറിച്ച് കച്ചവടം മാത്രമാണ്. അവൻ്റെ റേറ്റിംഗ് കൂട്ടാൻ, അവൻ്റെ കാണികളെ വർദ്ധിപ്പിക്കാൻ ഇക്കിളിപ്പെടുത്തുന്ന തലക്കെട്ടുകൾ നൽകി വാർത്തകളും മറ്റും പ്രചരിപ്പിക്കുകയാണ്. പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു, പുതിയ ആരോപണം വന്നിരിക്കുന്നു, പുതിയ അത് വന്നിരിക്കുന്നു. എന്താണ് അവൻ്റെ ലക്ഷ്യം? അവൻ്റെ ലക്ഷ്യം പണമുണ്ടാക്കലാണ്. നീ അത് കണ്ട് അതിൻ്റെ ലാഭം അവന് എത്തിച്ചേരുക. സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളെ എത്രമാത്രം ഇത് മലീമസമാക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? ഈ വായനകൾ, ഈ കാഴ്ചകൾ നമ്മുടെ ഹൃദയത്തെ ഏതവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട് എന്ന്? ഈ ആളുകൾക്ക് തെരുവോരങ്ങളിൽ ആളുകൾക്ക് മുന്നിൽ കൈ നീട്ടി നിന്ന് യാചിക്കുക എന്ന ജോലിയായിരുന്നു ഇതിനേക്കാൾ നല്ലത്. ഈ വൃത്തികേട് പ്രചരിപ്പിച്ച് അതിൽ നിന്ന് പണമുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത്. അതിനു പറ്റിയ ചിത്രങ്ങൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ നൽകും, ആളുകളെ ആകർഷിക്കാൻ, ആളുകൾ കേൾക്കാൻ, ആളുകൾ അത് കാണാൻ. പ്രിയ സഹോദരങ്ങളെ, അതിലേക്ക് നോക്കരുത് നിങ്ങൾ. അത് വർദ്ധിച്ച ഒരു കാലത്താണ് എങ്കിൽ ആ മാധ്യമങ്ങൾ തുറക്കാതിരിക്കുക. നമ്മുടെ നല്ലവരായ മുൻഗാമികൾ, അവരിൽ പലരും വൃത്തികേടുകൾ, ഇതുപോലെ തിന്മയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ വ്യാപകമായാൽ വാർത്തകൾ അന്വേഷിക്കുകയോ വാർത്തകൾ പറയുകയോ ചെയ്യുമായിരുന്നില്ല. സഹോദരങ്ങൾ, വളരെ ആലോചിക്കണം, വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഹൃദയമാണ് ഈ കേടുവരുന്നത്.